കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്രതീക്ഷിതമായാണ് ഗണേഷ് കുമാർ ഗതാഗത മന്ത്രി പദത്തിലേക്കെത്തുന്നത്. ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയാകുന്നതിൽ ജനങ്ങളും സംതൃപ്തരായിരുന്നു. ജനങ്ങളുടെ പൾസറിയുന്ന നേതാവാണ് ഗണേഷ് കുമാർ എന്ന അഭിപ്രായങ്ങളും ഉയർന്നിരുന്നു. എന്നാൽ മന്ത്രിപദത്തിലേറിയ ശേഷം ഗതാഗത മന്ത്രിയുടെ തീരുമാനങ്ങൾ വൻ പരാജയത്തിലേക്കാണ് പോയത്. അടിസ്ഥാന സൗകര്യങ്ങളൊരുക്കാതെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനിറങ്ങിയ മന്ത്രി കെ.പി. ഗണേഷ് കുമാറിന്റെ തീരുമാനം അപ്പാടെ പാളി. ഉന്നത ഉദ്യോഗസ്ഥരെ പോലും വിശ്വാസത്തിലെടുക്കാതെ നടത്തിയ പരിഷ്കരണം നടപ്പാക്കാൻ കഴിയാതെ വരികയും 14 ദിവസമായി ടെസ്റ്റ് തടസ്സപ്പെടുകയും ചെയ്തതോടെ മന്ത്രി പൂർണ്ണമായും പ്രതിരോധത്തിലായി. ടെസ്റ്റ് നടത്താൻ സ്വന്തം സ്ഥലമോ വാഹനങ്ങളോ ഇല്ലാതെ മോട്ടോർ വാഹന വകുപ്പിന് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനുള്ള പരിമിതികൾ മനസ്സിലാക്കാതെയാണ് മന്ത്രി തീരുമാനങ്ങൾ എടുത്തതെന്ന വിലയിരുത്തലാണ് ഇടതുമുന്നണിയിലെ മുതിർന്ന നേതാക്കളിൽ നിന്നുണ്ടായത്. ഇതോടെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം മരവിപ്പിച്ചത്. സ്ഥാനമേറ്റയുടൻ ഡ്രൈവിംഗ് ടെസ്റ്റ് അടിമുടി പൊളിച്ചുപണിയാൻ മന്ത്രി നിർദ്ദേശിച്ചിരുന്നു. ഡ്രൈവിംഗ് സ്കൂളുകാർ വാടകയ്ക്കെടുത്തു നൽകിയ സ്ഥലത്ത് ടെസ്റ്റ് നടക്കുമ്പോൾ അവരെ വിശ്വാസത്തിലെടുക്കാതെ പരിഷ്കരണത്തിനിറങ്ങുന്നതിന്റെ അപകടം ട്രാൻസ്പോർട്ട് കമ്മീഷണർ എസ്. ശ്രീജിത്ത് ആദ്യമേ ചൂണ്ടിക്കാട്ടിയിരുന്നു. 86 സ്ഥലങ്ങളിൽ ടെസ്റ്റ് നടക്കുമ്പോൾ 8 എണ്ണം മാത്രമാണ് മോട്ടോർ വാഹന വകുപ്പിനുള്ളത്. ടെസ്റ്റിന് ഫീസ് വാങ്ങുന്നുണ്ടെങ്കിലും അതിനു പറ്റിയ ഒരു വാഹനം പോലും മോട്ടോർ വാഹന വകുപ്പിനുണ്ടായിരുന്നില്ല. പരിമിതികൾ വിശദീകരിച്ചെങ്കിലും ടെസ്റ്റ് പരിഷ്കരണ നിർദ്ദേശങ്ങൾ ഇറങ്ങാൻ വൈകിയതിൽ മന്ത്രി ട്രാൻസ്പോർട്ട് കമ്മീഷണറോട് ക്ഷുഭിതനാകുകയും ചെയ്തു. ഇതോടെ മന്ത്രിയുടെ നിർദ്ദേശങ്ങൾ അതേപടി പകർത്തിക്കൊണ്ട് ഫെബ്രുവരിയിൽ ആദ്യ സർക്കുലർ ഇറക്കുകയും ചെയ്തു. അതിനുശേഷം ട്രാൻസ്പോർട്ട് കമ്മീഷണർ നിർണായക തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല. മന്ത്രി വിദേശത്തായിരുന്നപ്പോൾ സമരസമിതിയുമായി ചർച്ചയ്ക്ക് നിയോഗിച്ചത് അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ പ്രമോദ് ശങ്കറിനെയാണ്. ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം അടുത്ത ദിവസം മുതൽ കുറയ്ക്കാൻ മന്ത്രി നിർദ്ദേശിച്ചതും ഇക്കാര്യം പുറത്തറിയിച്ചവരെ ശകാരിച്ചതും ഉദ്യോഗസ്ഥരിലുള്ള വിശ്വാസം നഷ്ടമാക്കി. മുന്നറിയിപ്പില്ലാതെ അവസരം നഷ്ടമായതിനെ തുടർന്ന് ടെസ്റ്റിനെത്തിയവർ പ്രതിഷേധിക്കുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട തീരുമാനം പിൻവലിക്കുകയും ചെയ്തിരുന്നു. സമവായത്തിന് സാധ്യതയുണ്ടായിരുന്നെങ്കിലും മെയ് മുതൽ പരിഷ്കരണങ്ങൾ നടത്താൻ മന്ത്രി തീരുമാനിക്കുകയായിരുന്നു. ടെസ്റ്റ് നടത്താൻ സ്ഥലം കണ്ടെത്താൻ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചെങ്കിലും തിരഞ്ഞെടുപ്പ് തിരക്കിലേക്ക് പോയ മന്ത്രിക്ക് അടിസ്ഥാന സൗകര്യങ്ങളൊരുക്കാൻ തുക അനുവദിക്കാനും കഴിഞ്ഞില്ല. ഒന്നും ചെയ്യാതെ 1.5 മാസം പോയെങ്കിലും പരിഷ്കരണങ്ങളിൽ ഉറച്ചു നിന്നതോടെയാണ് ഡ്രൈവിംഗ് സ്കൂളുകാർ പ്രതിഷേധം തുടങ്ങിയത്. റവന്യൂ പുറമ്പോക്കും KSRTC ഭൂമിയും ഏറ്റെടുത്ത ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള സ്ഥലമൊരുക്കി. ടെസ്റ്റിന് സ്വന്തം വാഹനങ്ങൾ വാങ്ങിയ ശേഷം പരിഷ്കരണത്തിനിറങ്ങിയെങ്കിൽ പൊതുസമൂഹത്തിന്റെ പിന്തുണ മന്ത്രിക്ക് ലഭിക്കുമായിരുന്നു. മുൻഗാമി ആന്റണി രാജു എടുത്ത തീരുമാനങ്ങളെല്ലാം പൊളിച്ചുപണിയുന്ന ശൈലിയാണ് മോട്ടോർ വാഹന വകുപ്പിലും KSRTCയിലും ആദ്യം മുതൽ ഗണേഷ് കുമാർ ചെയ്യുന്നതെന്ന് ആക്ഷേപമുണ്ട്. ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടമാണെന്ന അവകാശവാദം മന്ത്രിപദം അലങ്കരിച്ചതോടെ ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു. എന്നാൽ ആ അവകാശവാദത്തിൽ നിന്നും മന്ത്രിക്ക് പിന്മാറേണ്ടി വന്നു. പിന്നാലെ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവും മന്ത്രി കൊണ്ടുവന്നു. എന്നാൽ ഇതും മന്ത്രിയെ പിന്മാറ്റത്തിലേക്ക് നയിച്ചിരിക്കുകയാണ്. എടുത്ത തീരുമാനങ്ങളെല്ലാം പാളിയതോടെ മന്ത്രി ഗണേഷ് കുമാർ പ്രതിസന്ധിയിലാണ്.